ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പാർട്ടിയുടെ അത്തരത്തിലുള്ള യോഗങ്ങളിൽ നേരിട്ടും ഓൺലൈനായിട്ടും അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിനു പുറമെ അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ടൊരു 2-3 ടേം അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക എനിക്കേതായാലും ഇല്ല. ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പ്രശ്നം ഉണ്ടാവുമായിരുന്നെങ്കിൽ കേരളത്തിലെ സംസ്ഥാന കോർ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും ഏകകണ്ഠമായിട്ട് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആശങ്കയും ഒരു തരത്തിലുള്ള സംശയവും BJPയുടെ മുതിർന്ന നേതാക്കന്മാരിൽ ആർക്കുമില്ല. പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ആർക്കെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു. ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരാൻ. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന BJPയുടെ പുതിയ അധ്യക്ഷനാവും. പ്രഖ്യാപനം നാളെയാണ് ഉണ്ടാവുക. വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.